എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോയിൽ വരുന്നത്. അപ്പം വല്ലാത്തൊരു ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എത്രയോ മാസമായാലും നമ്മളൊരു വ്ളോഗൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് ചിറ്റ് അല്ലെങ്കിൽ നേർക്ക് നേര് സംസാരിക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് കുറേ ആയി. വ്ളോഗ്സ് പോലും ഞാനിപ്പോൾ എടുത്തിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്, എന്താണ് വല്ലാത്ത ഗ്യാപ്പ് കൂടി പോകുന്നത്, ഇടയ്ക്ക് വരും പോകും, അപ്പോൾ അങ്ങനത്തെയൊക്കെ വന്നപ്പോഴത്തേന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. കുറച്ച് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് പറയാത്തതെന്ന്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത്ര ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലായിരുന്നു. ആൻഡ് അതിന് എന്താണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഒരു കുഞ്ഞ് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം മറ്റൊന്നുമല്ല, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം. ഇതാണ്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇതുകൊണ്ടെന്ന് വെച്ചാൽ പ്രഗ്നൻസി ആയതുകൊണ്ട് വീഡിയോ ഇടാത്തതൊന്നുമല്ല കേട്ടോ. ഇപ്പം പ്രഗ്നൻ്റ് ആയ സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊരു ഇനീഷ്യൽ സ്റ്റേജസൊക്കെ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി പോലെ അല്ലായിരുന്നു ഇപ്രാവശ്യം ഭയങ്കര ടയേർഡും പിന്നെ ഭയങ്കര മൂഡ് സ്വിങ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇനീഷ്യൽ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ടയേർഡായിരുന്നു, ഫുഡ് പോലും നേരവണ്ണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കണ്ടീഷൻസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം ഒന്ന് ഓക്കെ ആയി വന്നു. ലൈക്ക് വോമിറ്റിംഗ് ഒക്കെ സ്റ്റോപ്പായി, പക്ഷേ ടയർഡ്നെസ് അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഇന്ന് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ നാളെ ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. അതായത് വീക്കിലി ഒരു 2 വീഡിയോസ് എങ്കിലും, ലഞ്ച് ബോക്സ് വീഡിയോസ് തന്നെ ഒരു 2 വീഡിയോ എങ്കിലും ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇടാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അതായത് ഇന്ന് ഓക്കെ ആണെങ്കിൽ നാളെ ഓക്കെ അല്ല. അപ്പോൾ ചിലപ്പോൾ വീഡിയോസ് ഞാൻ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് വല്ലാതെ ഗ്യാപ്പ് കൂടിപ്പോയത്. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബെറ്ററാണ്, അത്രയും പറയാം. കുഴപ്പമില്ലെന്ന് പറയുന്നില്ല, ബെറ്ററാണെന്ന് പറയാം. അതേപോലെ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയൊരു റിവീലിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കമൻറ്റ്സ് ഉണ്ട്, എത്ര മാസമായി ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പം എൻ്റെ 23rd വീക്ക് റണ്ണിങ് ആണ് കേട്ടോ. 23rd എന്ന് പറയുമ്പോൾ നമുക്ക് 6th മന്ത് ആയിട്ടുണ്ട്. പിന്നെ ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നു. എങ്ങനെയുണ്ട് പ്രഗ്നൻസി ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. ആൻഡ് ഇതിനു മുമ്പ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5th മന്ത് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ 4 മന്ത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ കാര്യങ്ങൾ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നതും. പിന്നെ എന്തുകൊണ്ടാണ് നേരത്തെ റിവീൽ ചെയ്തത് 6 മന്ത്സ് വരെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും പറയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പോഴും അത് വീഡിയോ ആയിട്ട് എടുക്കണം അങ്ങനെ, അതായത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷേ എനിക്കങ്ങനെ വീഡിയോ എടുക്കണം എന്നൊരു മെൻ്റലി ഞാൻ ഓക്കെ അല്ലായിരുന്നു. പക്ഷേ ഞാൻ ഏത് വീഡിയോ ഇടുന്ന സമയത്തും കമൻസ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്, എന്താണ് ചേച്ചി വീഡിയോസ് ഇടാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഒരിക്കൽ എപ്പോഴും പറഞ്ഞു, ഏതൊരു വീഡിയോസിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് പറയാനെന്ന്. അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് ഇടാതിരുന്നാലും ശരിയാവില്ല. കാരണം എനിക്ക് വ്ളോഗ്സ് എടുക്കണമെങ്കിൽ തന്നെയും വീഡിയോയുടെ മുന്നിൽ വരുമ്പോൾ ഓബ്വിയസ്ലി ഈ ക്വസ്റ്റ്യൻസൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇനി തൊട്ട് അങ്ങോട്ട് വ്ളോഗ്സും അല്ലാത്തുള്ള വീഡിയോസും ഒക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഒന്ന് റിവീൽ ചെയ്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ തന്നെ പോയി തന്നെ. സോ ഇപ്പം ഞാൻ 23rd വീക്കാണ്. കറൻ്റ്ലി എൻ്റെ ഹെൽത്ത് കുറച്ച് കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ കുറച്ച് വെയിറ്റ് ഗെയിനൊക്കെ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും വെയിറ്റ് ഗെയിനൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓക്കെ, അത് നോർമലാണല്ലോ, പ്രഗ്നൻസിയിൽ നോർമലാണ്. ആൻഡ് പിന്നെന്താണ്, ബേബിയുടെ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. അനോമലി സ്കാനൊക്കെ കഴിഞ്ഞു. സോ ബേബി ഈസ് ഫൈൻ. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് 6th മന്ത് കഴിഞ്ഞിട്ടുള്ള 7th മന്ത് ചെക്കപ്പൊക്കെയാണ്. അപ്പോൾ ഇതുവരെയും സോ ഫാർ സോ ഗുഡ്. ഇനി അങ്ങോട്ട് എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഞാനൊരു സീരീസ് തുടങ്ങുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ മേ ബി പ്രഗ്നൻസി റിലേറ്റഡ് എന്നല്ല, ഞാൻ വ്ളോഗ്സൊക്കെ ഇട്ട് തുടങ്ങും. നോർമൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ട് തുടങ്ങാം നമുക്ക്. ഈ ഇടയ്ക്ക് ആരോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആലോചിച്ചു ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ എടുക്കാറുണ്ടായിരുന്നല്ലേ. ബിക്കോസ് ഇപ്പം അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ
എടുത്ത് വീഡിയോ എടുക്കുകയായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാ ദിവസവും കഞ്ഞി തന്നെയാണ്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ കഞ്ഞി തന്നെയാണ്. 3 നേരവും 1 മാസത്തോളം ഞാൻ 3 നേരം കഞ്ഞി കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് വേറെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വേറെ ഏത് ഫുഡ് കഴിച്ചാലും ഞാൻ വോമിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പോഴും ചില ഫുഡ്സിനോട് എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വ്ളോഗ്സും വീഡിയോസുമായിട്ടൊക്കെ കാണാം. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ ഇത് മോളോട് റിവീൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ട്. അതായത് മോളോട് ഞാനിങ്ങനെ, മോളാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഇങ്ങനെ ഒരു ന്യൂസിന് വേണ്ടിയിട്ട്. അവളിങ്ങനെ ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഷീ വാണ്ടഡ് എ സിബ്ലിങ്. അപ്പോൾ അവളോട് പറയുന്ന ഒരു മൊമെൻറ്റ് എനിക്കൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് സ്പെഷ്യലാണ്. അവളോട് ഞാനിത് പറയുമ്പം അവൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ടായിരുന്നു. സോ അവളോട് മാത്രം പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോഴേ പാടാ, നിന്നെ കാണുന്നില്ല. എന്ത് ലൈൻ ഇരുന്ന് I'm gonna become a big sister. What? I'm gonna become a big sister. Yeah. Are you happy? Yeah, I'm excited. Seriously? Yeah. സോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ, ടാറ്റാ ബൈ.